ധർമ്മസ്ഥല കേസിൽ SIT ഉദ്യോഗസ്ഥനെതിരെ ഗുരുതരമായ ആരോപണവുമായി സാക്ഷിയുടെ അഭിഭാഷകൻ. സാക്ഷിയെ പരാതി പിൻവലിക്കാൻ നിർബന്ധിച്ചു എന്നാണ് ആരോപണം. സിർസി സ്റ്റേഷനിലെ ഇൻസ്പെക്ടറും SIT അംഗവുമായ മഞ്ജുനാഥ ഗൌഡയ്ക്കെതിരെയാണ് പരാതി വന്നിരിക്കുന്നത്. സാരംഗ് സുരേഷ് വിവരങ്ങളുമായിട്ട്. സാരംഗ്, അല്ലെങ്കിൽ തന്നെ വളരെ ഒരു ദുരൂഹമായ അവസ്ഥയിലാണ് ധർമ്മസ്ഥലയിലെ കാര്യങ്ങൾ. അന്വേഷണമടക്കം മുന്നോട്ട് പോകുന്നത്. ആദ്യത്തെ അന്വേഷണ സംഘത്തിലെ പലരും പിന്മാറുന്നു. അങ്ങനെ പലതും നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ സാക്ഷിയെ തന്നെ ഭീഷണിപ്പെടുത്തുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് പലതും പുറത്തു വരാത്തതുകൂടി ഉണ്ടാകാം. എന്താണ് ഈ അഭിഭാഷകൻ അത് കൃത്യമായി പരാതി പോലീസിനെ അറിയിച്ചോ? അതിലെന്തെങ്കിലും നടപടികളുണ്ടോ? ഇപ്പോൾ ഈ ഇന്നത്തെ തിരച്ചിലൊക്കെ എങ്ങനെ പോകുന്നു? ദിവിഷ്, കാരണം ഒട്ടേറെ സങ്കീർണതകൾക്കൊടുവിലാണ് SIT സംഘം ധർമ്മസ്ഥലയിലേക്ക് എത്തുന്നത്. ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട ആ ടീമിൽ നിന്ന് 2 ഉദ്യോഗസ്ഥർ സ്വയം പിന്മാറുന്നു. അതിനുശേഷം വന്ന ടീം ഇവിടെ കൃത്യമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 13 പോയിന്റുകൾ അവർ കണ്ടെത്തുന്നു. പിന്നീട് ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് 9ാമത്തെ പോയിന്റിന് തൊട്ടരികിലാണ്. ഇവിടെ ഇപ്പോൾ 9ഉം 10ഉം പോയിന്റുകൾ പൂർണ്ണമായും മറവെച്ച് കിട്ടാനുള്ള ശ്രമം നടക്കുന്നു. അല്പസമയത്തിനകം തന്നെ SIT ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടെത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തരത്തിൽ കൃത്യമായ രീതിയിൽ പ്രവർത്തനം നടത്തുന്നു. ആക്ഷൻ കമ്മിറ്റി അടക്കമുള്ള വർഷങ്ങളായി ഇവിടെ പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ മുഴുവൻ പൂർണ്ണമായും SITയിൽ വിശ്വാസമുണ്ട് എന്നുള്ള പ്രസ്താവനകൾ നിരന്തരമായി ഇറക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു ആരോപണം വരുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമെന്നത് ഈ സംഭവം നടക്കുന്നത് മറ്റേതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് വെച്ചോ മറ്റ് താമസ സ്ഥലത്ത് വെച്ചോ ഒന്നുമല്ല, SITയുടെ ബെൽത്തങ്ങാടിയിലെ ക്യാമ്പ് ഓഫീസിൽ വെച്ച് തന്നെയാണ്. മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അവിടെ ക്യാമ്പ് ചെയ്യുന്ന അതേ കെട്ടിടത്തിനകത്ത് വെച്ച് തന്നെയാണ് ഇത്തരത്തിൽ ഈ സാക്ഷിക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകുന്നത്. ഇയാളെ ബലം പ്രയോഗിച്ച് ജീവിതകാലം മുഴുവൻ ജയിലിൽ തള്ളുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇയാളുടെ ഒരു വീഡിയോ ഈ ഇൻസ്പെക്ടർ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇൻസ്പെക്ടർ പറഞ്ഞത് ഇതാണ്: ജനങ്ങൾ സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്ന് അല്ലെങ്കിൽ ആക്ഷൻ കമ്മിറ്റിയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു മൊഴി രേഖപ്പെടുത്തി കോടതിക്ക് മുൻപിൽ ഹാജരായത് എന്നുള്ള വിവരം പറയണം എങ്കിൽ മാത്രമേ ജീവനോടുകൂടി ഇവിടെ നിന്ന് പോകാൻ കഴിയൂ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഉടനടി തന്നെ അദ്ദേഹം ഈ സാക്ഷി അഭിഭാഷകർ വിവരം അറിയിച്ചു. അഭിഭാഷകർ എത്രയും പെട്ടെന്ന് തന്നെ പരാതി ആഭ്യന്തരമന്ത്രിക്ക് അയക്കുകയായിരുന്നു. അതേ തുടർന്ന് പിന്നീട് ഒരു പ്രസ് റിലീസ് കൂടി അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. കാരണം സംശയത്തിന് ഇപ്പോൾ കൃത്യമായ രീതിയിൽ എല്ലാ ആളുകളും, വിവിധ വിഭാഗത്തിലുള്ള ആളുകൾ മുഴുവൻ വിശ്വാസം അർപ്പിച്ച ഒരു സംഘമാണ് SIT എന്നത്. ഇപ്പോൾ ആ SITക്ക് നേരെ സംശയമുന നീരുന്ന തരത്തിലേക്കുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നിരുന്നാലും ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് നേരത്തെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ നമ്മളോട് സംസാരിച്ച സമയത്ത് അവരെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്: അവർക്ക് DGPയെ വിശ്വാസമുണ്ട്, അതുപോലെ തന്നെ DIGമാരെ വിശ്വാസമുണ്ട്. അവർക്ക് ഇത്തരത്തിൽ ഇൻസ്പെക്ടർമാർ, ഇപ്പോൾ സിർസി പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറാണ് മഞ്ജുനാഥ ഗൌഡ. സാക്ഷിയുടെ അഭിഭാഷകൻ തന്നെയാണ് ഇങ്ങനെ ഒരു പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മൊഴി മാറ്റാനുള്ള സമ്മർദ്ദം അന്വേഷണ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥനിൽ നിന്നുണ്ടായി എന്നതാണ്.